സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ കണ്ടുപോകാനും ഉണ്ടാവും. പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടല്ലോ. ജോബ് സ്ട്രെസ് ഉണ്ട്, ഫാമിലി സ്ട്രെസ് ഫാമിലി ഉണ്ട്, സ്ട്രെസ്, ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ട്, അല്ലാതെ പബ്ലിക് റിലേഷൻ ഫ്രണ്ട്സിന്റെ സ്ട്രെസ്. രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്. സാധാരണഗതിയിൽ ഒരു ആവറേജ് പേഴ്സണ് ഒരു സ്ട്രെസ് താങ്ങാൻ പറ്റും. ബാക്കി 3-4 സ്ഥലത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ. പല സമയത്ത് ആളുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ സ്ട്രെസ് വരുമ്പോഴാണ്. പിടിക്കുമ്പോഴാണ് ആൾക്കാർ തകർന്നു പോകുന്നത്, പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇവർ എന്തെങ്കിലും ഡ്രഗ്സിനകത്തേക്ക് പോവുക, അല്ലെങ്കിൽ ആൽക്കഹോളിനകത്തേക്ക് പോവുക, അല്ലെങ്കിൽ സ്മോക്കിംഗ്. സൂയിസൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഗതികളിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് അന്നേരം അവർക്ക് ഓപ്പണായിട്ട് ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാരോ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ, നമുക്കൊരു കമ്പനി ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ, ഇല്ലാത്ത അങ്ങനെ ഒരുപാട് സ്ഥിതിവിശേഷങ്ങളുണ്ട്. ചില ആളുകൾ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരല്ല, ചിലർക്ക് ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പകുതി ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് പോകും. പക്ഷേ പല സമയത്തും അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏതെങ്കിലും രീതിയിൽ പറ്റിക്കപ്പെട്ട് ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ പല സമയത്ത് പറ്റിക്കപ്പെടണമെന്നല്ല, അത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടോ ഒക്കെ വരുന്ന സംഗതികളായിരിക്കും പല സമയത്തും. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും ഇവരുടെ കൺട്രോൾ വിട്ടു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഒന്നുകിൽ അവർക്കൊരു ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം വരികയോ, അല്ലെങ്കിൽ അവർക്ക് സൂയിസൈഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഡ്രഗ്സ് അങ്ങനെയൊക്കെ അടിമപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രശ്നം ഉണ്ടാവുന്നത്.